ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. ഇപ്പോൾ വന്ന വഴിക്ക് നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്നല്ലേ നിങ്ങളെല്ലാവരും ഓർക്കുന്നത്? വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ അമ്മ കപ്ലാവും ചോട്ടിലേക്ക്, കപ്ലാവും മരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കുട്ടിമണിയും കുഞ്ഞാറ്റിയും പൈങ്കിളിയും നമ്മുടെ ഒരു ബക്കറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴങ്ങളെല്ലാം പറിക്കാൻ വേണ്ടി പോവുകയാണ്. മമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പങ്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോസ്റ്റായിട്ട് കപ്ലാം പഴങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ഇവിടെയായിരുന്നു. കാരണം കപ്ലാം പഴങ്ങളൊന്നും പറിക്കാൻ പറ്റില്ലല്ലോ, കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന്. പ്രാർത്ഥന നമ്മുടെ ദൈവം കേട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് റോഡ് സൈഡിലേക്കാണ്. ഗായ്സ്, ഇപ്പം നമ്മുടെ ഈ റോഡ് സൈഡിലേക്കാണ് കേട്ടോ നമ്മുടെ കപ്ലാവിൻ്റെ വലിയൊരു കൊമ്പ് ചാഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ഇതാ കപ്ലാം പഴങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റി ഇതാ കപ്ലാം പഴങ്ങളെല്ലാം പറിക്കുകയാണ്. നമ്മുടെ കുട്ടിയും ഇതാ പറിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ 2-3 നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള കപ്ലാം പഴങ്ങളാണ്. ചുമന്ന നമ്മുടെ റെഡ് കളറുള്ള കപ്ലാം പഴങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് കഴിക്കാം. എന്ത് ഗായ്സേ, നമ്മുടെ കപ്ലമ്പഴം വേറെ ലെവലാണ്. വായിൽ ഫുള്ളും കൂടി ഇട്ടിട്ട് എനിക്ക് കടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. പങ്കനാണെങ്കിൽ മോസ്റ്റായിട്ട് ക്യാമറ ഉണ്ടല്ലോ എൻ്റെ വായിലാണ് ഗൈസ് കൊണ്ടുവെക്കുന്നത്. ഗൈസ്, ഇപ്പം നമ്മുടെ മോസ്റ്റ് ക്യാമറാമാൻ നമ്മുടെ പൈങ്കിളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും കപ്പലമ്പഴങ്ങൾ പറിക്കാനുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡിലേക്കുള്ളത് തന്നെ നമ്മൾ ആദ്യം പറിക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കുട്ടിമണി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇന്ന് രാവിലെ മുതൽ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവന് വയറുവേദനയാണ് കേട്ടോ. അപ്പോൾ അവരുടെ നാച്ചുറൽ റെമഡിയാണ് പുല്ല് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടി അവിടെ പുല്ല് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാനിതാ ഒരു കപ്പലമ്പഴം കൂടെ പറിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് വേഗം കഴിക്കാം കേട്ടോ. ഗൈസ്, അപ്പം നല്ല രസമാണ് നമ്മുടെ കപ്ലാം പഴങ്ങൾ ഇങ്ങനെ കഴിക്കാൻ. വേനൽക്കാലത്തെ പഴങ്ങളാണ് നമ്മുടെ കപ്ലാം പഴങ്ങൾ. അപ്പോൾ ഇതെല്ലാം പച്ചയാണ് കേട്ടോ. ചില ദുഷ്ടന്മാർ ഈ വഴി കൂടെ പോകുമ്പോൾ ഇതൊക്കെ പറിച്ചിട്ടിട്ട് പോവും. അങ്ങനെയുള്ളവന്മാരെയൊക്കെ തല്ലിക്കൊല്ലാനാണ് ഗൈസ് തോന്നുന്നത്. അവർ തിന്നോട്ടെ, കുഴപ്പമില്ല. ഈ പച്ച പറിച്ചിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഒരു ഫ്രൂട്ട് ഒരുപാട് ഇഷ്ടമുള്ളത് നമ്മുടെ വവ്വാലിനാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കൊതുക് എന്നെ കടിച്ചത്. ഇതാ ഗൈസ്, ഞാൻ ഒറ്റയടി കൊടുത്തുള്ളൂ. അപ്പോഴേക്കും ഇതാ ഇത്രയും ചോറ വന്നു കേട്ടോ. അപ്പം നമ്മളിതാ ഈ കപ്പലാമ്പഴങ്ങളെല്ലാം കഴിക്കട്ടെ. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ പറിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കപ്പലാമ്പഴങ്ങളെല്ലാം കഴിച്ച് വയറ് നിറയ്ക്കാനാണ് കേട്ടോ പ്ലാൻ. ഗൈസ്, ഇപ്പം നമ്മുടെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കപ്പലാമ്പഴം കൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കുമെന്ന്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പരാക്രമം കാണിച്ച് നമ്മുടെ പങ്കനും കുഞ്ഞാറ്റി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കുമോ? അപ്പോൾ ഇതാ വേറൊരു കൊതുകും കൂടെ എന്നെ കടിച്ചു. പക്ഷെ ചോരയൊന്നും കുടിച്ചില്ല കേട്ടോ. അപ്പം ഇവിടെ വന്നാൽ എന്താണ്, കപ്പലാമ്പഴം കഴിക്കാം, ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡും കൂടെ ഡൊണേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതാ ഒരെണ്ണം നമ്മൾ ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് മരച്ചുവട്ടിൽ പോയി നോക്കാം ഗൈസ്.